എന്താണ് നിങ്ങൾ പറയാനുള്ളത്? 2018 മുതൽ 2018 മുതൽ പിടിക്കാനുണ്ട്. 2018 മുതൽ. അപ്പൊ എന്ന് മുതൽ പീഡന തോന്നിയത് എന്താണ് ഇതില്? ഇപ്പം ഒരു 3-4 ദിവസമായി എനിക്ക് അങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ട്. എന്താണ് നിങ്ങൾ പീഡിപ്പിച്ചത്? എന്താണ് ഇതില്? എനിക്ക് കൊറേ മെസ്സേജ് അയച്ച് ഹായ്ന്നു അങ്ങനത്തെ കൊറേ ഹായ് അങ്ങനത്തെ കൊറേ മെസ്സേജ് അയക്കലുണ്ട്. ഞാനപ്പം വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് റീപ്ലൈ ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്താണ് ഇപ്പൊ തോന്നാൻ കാരണം? 3-4 ദിവസം എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല. അതുകൊണ്ട് തോന്നിയാണ്. എനിക്കും പറയാറുണ്ട്. എനിക്കും ഇനിയും കുറെ പറയാനുണ്ട്. എന്താണ് അല്ലെങ്കിൽ മീഡിയക്കാരെ ബുദ്ധി വന്നാൽ നിങ്ങൾ ഓല വയ്ത്താൽ പോയി ഞാൻ പോവുകയാണ്. പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വേണ്ടത്. 20 കൊല്ലം മുമ്പ്. 20 കൊല്ലം മുമ്പ്. എന്നിട്ട് ഞാൻ അന്ന് പിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി മുങ്ങിയവനാണ് ഓന്. വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഓനെ ഞാൻ ഒരു നടക്ക് വിടൂല. ഇതിലുള്ള കുട്ടിയാണ് അത്? ഇതിലുള്ള കുട്ടിയല്ല, ആ കുട്ടീന്റെ കുട്ടിയാണിത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന കാരണം എന്താ? അതില് അന്ന് ആ കുട്ടീനെ കെട്ടിക്കാനൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തിരിഞ്ഞു നോക്കില്ല. ഓനെ ഞാൻ വെച്ചേക്കൂല. ഓന് ഇപ്പൊ വന്ന് വിളിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ഇപ്പൊ വിളിയില്ല, മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വലിയ ആളെ ഗൾഫിലൊക്കെ പോയി വെൽസാണ് ഇപ്പൊ. എന്താ പേരെന്താ ഇപ്പൊ തൊന്നൂടെ? ഉൽപ്പി വാത്തോട്ടോ. ഓൻ തന്നെ. ഓന്നെ അന്ന് പീഡിപ്പിച്ച അത് ഇതുവരെ തിരിഞ്ഞു നോക്കി. പിന്നെ ഇപ്പോ തിരിഞ്ഞു നോക്കാതായപ്പോഴാണ് പീഡനായത്. അതിനൊന്നും വേണ്ട നടപടികൾ നിങ്ങൾ ചാനൽ പരാതി എന്തെങ്കിലും ഉണ്ടോ? പരാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പരാതി ഒന്നുമില്ല. പരാതി ഇതാണ് ഗൾഫിൽ എത്തിക്കാനുള്ള പരാതി നിക്കടാ. ഗൾഫിൽ എത്തിക്കാനുള്ള നമ്മൾ നോക്കിയോളൂ. നിങ്ങൾക്ക് പൈസ ആയിട്ട് എന്താ തന്നിട്ടുണ്ട്? അതില് പൈസ കാര്യം തരലുണ്ട്. ഇനി മോനെ 20 ലക്ഷം ഉറുപ്പ്യ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ പൊരമലൊക്കെ കയറ്റി. ഇപ്പൊ 10 പൈസയില്ല, പണിയില്ല. ഇനി മേലാൽ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനൊക്കെ വന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങടുത്ത് വരുമൊന്നുമില്ല. അപ്പൊ എല്ലാവരും കാണാതില് ഇത് പീഡനം, ഭയങ്കര പീഡനമാണ്. മെസ്സേജ് ഒന്നും അയക്കുന്നില്ല ഇപ്പൊ എന്ന് പറഞ്ഞത്. അപ്പൊ ഭയങ്കരമാണ് ഇത്. എല്ലാവരും ഏറ്റെടുക്കണതിലേക്ക് നിങ്ങളും സഹകരിക്കാന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരം പീഡന കഥകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങൾ പ്രമുഖരെ പറ്റി മുമ്പും വന്നിട്ടുണ്ട്. ഇത് ന്യായമോ അന്യായമോ നിങ്ങൾ വിലയിരുത്തുക. സരാൻ ന്യൂസ് ചാനലിന് വേണ്ടി ക്യാമറമാൻ അസ്റു ബെല്ലാരിക്കൊപ്പം റിയാസ്.